നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെയാണോ ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരിടം. അതെ, അതാണ് പോണ്ടിച്ചേരിയിലെ വൈറ്റ് ടൗൺ. ഫ്രഞ്ച് സംസ്കാരത്തിന്റെ മനോഹാരിതയും തമിഴ്നാടിന്റെ ഊഷ്മളതയും ഒന്നിക്കുന്ന ഒരിടം. പോണ്ടിച്ചേരിയുടെ ഹൃദയഭാഗമായ വൈറ്റ് ടൗണിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാലം പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് പോലെ തോന്നും. വ്യത്യസ്ത കളറിലുള്ള ഇവിടുത്തെ ചുവരുകൾക്കും ഫ്രഞ്ച് ശൈലിയിൽ പടുത്തുയർത്തപ്പെട്ട കെട്ടിടങ്ങൾക്കും പറയാൻ നീണ്ട ചരിത്രം തന്നെയുണ്ട്. പഴയ ഫ്രഞ്ച് ഭരണകാലത്തിന്റെ കഥകൾ, സ്വാതന്ത്ര്യത്തിലെ ഏറ്റുമുട്ടലുകളുടെ കഥകൾ, ഓരോ തെരുവുകൾക്കുമായി ഇപ്പോഴും അവശേഷിക്കുന്ന ഫ്രഞ്ച് പേരുകളുടെ കഥകൾ. പോണ്ടിച്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനിൽ ഒന്നാണ് വൈറ്റ് ടൗൺ. വൈറ്റ് ടൗണിനോട് ചുറ്റിപ്പറ്റിയാണ് റോക്ക് ബീച്ചും ഓറോബിന്ദു ആശ്രമവും മ്യൂസിയവും ഭാരതി പാർക്കുമുള്ളത്. മ്യൂസിയത്തിലേക്കുള്ള പ്രവേശന ഫീസ് 10 രൂപയാണ്. പോണ്ടിച്ചേരിയുടെ ചരിത്രവും തമിഴ്നാടിന്റെ പല ഭാഗത്തു നിന്ന് കണ്ടെടുക്കപ്പെട്ട അനേകം വിഗ്രഹങ്ങളും മറ്റും നമുക്കവിടെ നോക്കിക്കാണാനാകും. ആത്മീയ ഗുരുവായ ഓറോബിന്ദോയുടെ സമാധിയാണ് ഓറോബിന്ദു ആശ്രമം. വീഡിയോ എടുക്കലും മറ്റും അവിടെ അനുവദനീയമല്ല. ഫാമിലിയുമായി വന്നാൽ ഭാരതി പാർക്കിൽ കുറച്ചധിക സമയം വിശ്രമിച്ചും സമയം ചിലവഴിച്ചും കടന്നുപോകാം. വൈറ്റ് ടൗൺ വല്ലാത്തൊരു അനുഭൂതിയാണ്. വൈറ്റ് ടൗണിലെ തെരുവിലൂടെ നടക്കുമ്പോൾ മറ്റേതോ രാജ്യത്തെത്തിയ പോലൊരു തോന്നൽ നമുക്കുണ്ടാകും. സഞ്ചാരികളെ ആകർഷിക്കാനായി നിരവധി ഷോപ്പുകളും കഫേകളും കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകളും ക്യൂട്ട് ബൊട്ടീക്കുകളുമൊക്കെ അവിടുണ്ട്. ഞങ്ങൾ ഒരു കഫേയിൽ കയറി. ഫ്രഞ്ച് രീതിയിലുള്ള ഡെസേർട്ടുകളും വിഭവങ്ങളും വിളമ്പുന്ന മനോഹരമായ ഒരു ചെറിയ കഫേ. ഒരു കൊമ്പൂച്ചയും പാസ്തോ സാൻഡ്വിച്ചും കഴിച്ചു. പുറത്തേക്കിറങ്ങി വൈറ്റ് ടൗണിന്റെ ഭംഗി ആവോളം ആസ്വദിച്ചു. സൈക്കിൾ റിക്ഷയിൽ വൈറ്റ് ടൗൺ ചുറ്റിക്കാണുന്ന സഞ്ചാരികളെ കൗതുകത്തോടെ നോക്കി നിന്നു. വൈറ്റ് ടൗണും അനുബന്ധ പ്രദേശങ്ങളും കണ്ടുകഴിഞ്ഞപ്പോൾ അടുത്ത യാത്ര പോണ്ടിച്ചേരിയിലെ പോണ്ടി മറീന ബീച്ചിലേക്കായിരുന്നു. അവിടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ബോട്ട് റൈഡൊക്കെയുണ്ട്. ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം. സ്റ്റേ ട്യൂൺഡ്.